നമസ്തേ. വിശ്വാസികൾക്ക് ക്ഷേത്രങ്ങൾ കേവലം ആരാധനാ കേന്ദ്രങ്ങൾ മാത്രമായിരുന്നില്ല. കലയുടെയും സാഹിത്യത്തിന്റെയും ആതുര ശുശ്രൂഷയുടെയും നീതിന്യായത്തിന്റെയും ഭരണനിർവഹണത്തിന്റെയും നിധി നിക്ഷേപങ്ങളുടെയും എല്ലാം കേന്ദ്രങ്ങളായിരുന്നു പണ്ടുകാലത്ത് അമ്പലങ്ങൾ. ഹൈന്ദവ സമൂഹം ക്ഷേത്രങ്ങൾ ജീർണിച്ചപ്പോഴെല്ലാം അധപ്പതിച്ചിട്ടുണ്ട്. അതിർത്തി ഭേദിച്ചു വന്ന പരദേശികളെല്ലാം ക്ഷേത്രങ്ങളെ ആക്രമിച്ചു തകർക്കുവാനും കൊള്ള ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. കേരളത്തിലേക്ക് പട നയിച്ചെത്തിയ ഹൈദരാലിയും ടിപ്പുവുമെല്ലാം ക്ഷേത്രങ്ങൾ തകർത്ത് കൊള്ളയടിച്ചിരുന്നു. പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരുമെല്ലാം ക്ഷേത്രങ്ങൾ തകർക്കുന്ന നയമാണ് സ്വീകരിച്ചു പോന്നത്. ക്ഷേത്രങ്ങൾ തകർന്നപ്പോൾ ശിഥിലമായി പോയ ഹിന്ദു സമൂഹത്തെ നിർബാധം മതം മാറ്റാനും ഈ നാട്ടിൽ വൈദേശിക മതശക്തികൾക്ക് ഭരണം നടത്താനും കഴിഞ്ഞു. പിൽക്കാലത്ത് കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ ആധിപത്യം ചെലുത്തിയ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രവും ഹിന്ദുത്വത്തിനും ക്ഷേത്രങ്ങൾക്കും എതിരായിട്ടാണ് എല്ലാ കാലത്തും പ്രവർത്തിച്ചു പോന്നിട്ടുള്ളത്. ക്ഷേത്രവിരുദ്ധ നിലപാടുകളെ പുരോഗമന ചിന്തയെന്ന് വരുത്തി തീർക്കുന്നതിനും ഹിന്ദു ആചാരാനുഷ്ഠാനങ്ങൾ കാലഹരണപ്പെട്ട അന്ധവിശ്വാസങ്ങളാണെന്ന് പ്രചരിപ്പിക്കുന്നതിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജയം കണ്ടു. ഹിന്ദുവായിരിക്കുക എന്നത് അങ്ങേയറ്റം അപകർഷതാബോധമുണർത്തുന്ന കാര്യമായി കേരളത്തിന്റെ സാമൂഹ്യ മണ്ഡലത്തിൽ വരുത്തി തീർക്കുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രചരണങ്ങൾക്ക് സാധിച്ചു. ഒരു ക്ഷേത്രം തകർന്നാൽ അത്രയും അന്ധവിശ്വാസം തകർന്നു എന്ന് വരുത്താൻ കമ്മ്യൂണിസ്റ്റ് കുബുദ്ധിജീവികൾക്ക് കഴിഞ്ഞു. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകൾ കേരളത്തിലെ സംഘടിത ക്രൈസ്തവ ഇസ്ലാം മതങ്ങളോട് അത്യുദാരമായാണ് ഇടപെട്ടു പോന്നിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഹിന്ദുവിന്റെ ദൈവവിശ്വാസത്തെയും ആചാരാനുഷ്ഠാനങ്ങളെയും എതിർക്കാൻ കാണിക്കുന്ന വാശിയൊന്നും ഇതര മതങ്ങളോട് കമ്മ്യൂണിസ്റ്റുകാർ ഇതുവരെ കാണിച്ചിട്ടില്ല. ടിപ്പുവിന്റെയും പോർച്ചുഗീസുകാരുടെയും പടയോട്ടങ്ങളും കമ്മ്യൂണിസ്റ്റ് മതവാദികളുടെ കടന്നാക്രമണങ്ങളും എല്ലാം ചേർന്ന് കേരളത്തിലെ ക്ഷേത്രങ്ങളെയും ഹൈന്ദവ സാമൂഹ്യ ജീവിതത്തെയും തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞിരുന്നു. എന്നാൽ 1942 കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തിലേക്ക് രാഷ്ട്രീയ സ്വയംസേവക സംഘം കടന്നുവരികയും ഹിന്ദു സ്വാഭിമാനം വീണ്ടെടുക്കാനുള്ള പരിശ്രമങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യുകയുണ്ടായി. അന്തിത്തിരി കത്തിക്കാൻ പോലും ശേഷിയില്ലാതെ തകർന്നടിഞ്ഞ അമ്പലങ്ങളുടെ മുറ്റത്താരംഭിച്ച സംഘശാഖകൾ ക്ഷേത്ര നവോത്ഥാന പരിശ്രമങ്ങളിലൂടെ ഹിന്ദു സമൂഹത്തെ സ്വാഭിമാനത്തിലേക്കും ക്ഷേത്ര കേന്ദ്രീകൃത സാമൂഹ്യ ജീവിതത്തിലേക്കും മടക്കിക്കൊണ്ടുവരികയായിരുന്നു. ക്ഷേത്രോത്സവങ്ങളുടെ മറവിൽ വി സാംബശിവനും കമ്മ്യൂണിസ്റ്റ് നാടകവേദികളിലും നടത്തിപ്പോന്നിരുന്ന ഹിന്ദു വിരുദ്ധ കലാഭാസങ്ങൾക്ക് തടയിടാനും ക്ഷേത്രകലകളും ആചാരങ്ങളും മടക്കിക്കൊണ്ടുവരാനും ഹൈന്ദവ സംഘടനാ പ്രവർത്തനങ്ങൾ കൊണ്ട് കഴിഞ്ഞു. പി മാധവജിയും കേളപ്പജിയും ക്ഷേത്ര സംരക്ഷണ സമിതിയുമൊക്കെയായി കേരളത്തിലെ ഹിന്ദു സമൂഹത്തിൽ ക്ഷേത്ര വിശ്വാസം രൂഢമൂലമാക്കി. ഹിന്ദു വിരുദ്ധ പ്രചാരണങ്ങളിലൂടെ മതപരിവർത്തന ശക്തികൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തങ്ങളുടെ രാഷ്ട്രീയ അടിത്തറയ്ക്ക് ഇളക്കം തട്ടി തുടങ്ങിയതായി മനസ്സിലായി. ഇതോടെ നിരീശ്വരവാദികളെന്ന് മേനി നടിച്ചവർ ഏതു വിധേനയും അമ്പലഭരണം പിടിച്ചെടുക്കാൻ തീരുമാനിച്ചു. ദേവസ്വം ബോർഡുകളിൽ അവിശ്വാസികളും ഹിന്ദു വിരുദ്ധരുമായ കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ കടന്നുകൂടുകയും ക്ഷേത്രങ്ങൾ തകർക്കാനുള്ള ശ്രമങ്ങൾ തുടക്കം കുറിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഗുരുവായൂർ, ശബരിമല തുടങ്ങിയ പ്രധാന ക്ഷേത്രങ്ങളെ എപ്പോഴും വിവാദ കേന്ദ്രമാക്കി നിലനിർത്താനും ഇവിടങ്ങളിലെ കണക്കറ്റ സ്വത്തുവകകൾ അന്യാധീനപ്പെടുത്താനും കൊണ്ടുപിടിച്ച് ശ്രമം നടക്കുകയാണ്. ഇതുകൂടാതെ ക്ഷേത്രോത്സവങ്ങളെ അലങ്കോലമാക്കി ഹിന്ദുക്കളുടെ ഒത്തുകൂടലുകളെ അസാധ്യമാക്കുക എന്ന പുതിയ തന്ത്രം കമ്മ്യൂണിസ്റ്റുകൾ അധികാരത്തിന്റെ തിണ്ണമിടുക്കിൽ നടപ്പിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. സുവിശേഷ വേലക്കാരിൽ നിന്നും ജിഹാദികളിൽ നിന്നും അച്ചാരം വാങ്ങി ക്ഷേത്രോത്സവങ്ങളെ അലങ്കോലമാക്കുന്ന കമ്മ്യൂണിസ്റ്റ് പദ്ധതി വിജയൻ മുഖ്യമന്ത്രിയുടെ ഏറ്റവും പുതിയ ഹിന്ദു വിരുദ്ധ നീക്കം തന്നെയാണ്. കേരളത്തിലെ പല ജില്ലകളിലും രാത്രി 10 മണിക്ക് ശേഷം ക്ഷേത്രോത്സവ കലാപരിപാടികൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ട് നാളുകൾ കുറച്ചൊന്നുമല്ല ആയത്. ക്ഷേത്രോത്സവങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും പോലീസ് തേർവാഴ്ചയിൽ നിർത്തിച്ച നിരവധി സംഭവങ്ങൾ അടുത്തിടെ കേരളത്തിൽ അരങ്ങേറിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. ലോകപ്രസിദ്ധമായ തൃശൂർ പൂരം വരെ കമ്മ്യൂണിസ്റ്റ് പോലീസിന്റെ അഴിഞ്ഞാട്ടത്തിൽ മുടങ്ങിയത് നാം കണ്ടു കഴിഞ്ഞു. കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഗ്രാമങ്ങളിൽ ക്ഷേത്രത്തിലേക്കുള്ള കലശം വരവിനെ വരെ പാർട്ടി പ്രകടനങ്ങളുടെ വേദിയാക്കി മാറ്റിക്കഴിഞ്ഞു. മുഴപ്പിലങ്ങാട് കുറുമ്പ ഭഗവതിക്കാവിലെ താലപ്പൊലി കലശം വരവിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം വെച്ച രക്തസാക്ഷി സ്തൂപം മുദ്രാവാക്യത്തിന്റെ അകമ്പടിയിൽ എഴുന്നള്ളിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ കാര്യങ്ങളുടെ കിടപ്പ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്.
കതിരൂർ കൂറുമ്പക്കാവിലെ താലപ്പൊളിക്ക് ചെഗുവരയുടെയും പി ജയരാജന്റെയും ചിത്രം വെച്ച കലശങ്ങൾ ക്ഷേത്രത്തിൽ എഴുന്നള്ളിച്ചത് വിശ്വാസ ഹത്യ ചെയ്യുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ തന്നെയായിരുന്നു. ഇക്കഴിഞ്ഞ ദിവസം കടയ്ക്കൽ ദേവി ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തിന് ഉത്സവപ്പറമ്പിൽ തയ്യാറാക്കിയ വേദിയിൽ ഡിവൈഎഫ്ഐയുടെയും CPMന്റെയും കൊടി തോരണങ്ങൾ നിരന്നു. ഭക്തിഗാനങ്ങൾക്ക് പകരം രാഷ്ട്രീയ ഗാനങ്ങൾ ഉയർന്ന വേദി പാർട്ടി മുദ്രാവാക്യങ്ങൾ കൊണ്ട് മുഖരിതമായി കഴിഞ്ഞു. ഹൈക്കോടതി വിമർശിക്കുന്നിടം വരെ കാര്യങ്ങൾ എത്തിയെങ്കിലും പാർട്ടി പിന്നോട്ടില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കടയ്ക്കൽ ദേവി ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റായി പാർട്ടി നിശ്ചയിച്ചിരിക്കുന്നത് 19 കേസിൽ പ്രതിയായ തെരുവ് ഗുണ്ടയെ ആണ് എന്നറിയുമ്പോഴാണ് ഒന്നും യാദൃശ്ചികമല്ല എന്ന് നമുക്കറിയാൻ കഴിയുക. നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ഗോപുരത്തിൽ ഓങ്കാരം സ്ഥാപിച്ചാൽ അത് മതേതരത്വം തകർക്കുമെന്ന് പറയുന്ന ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലാണ് ഈ കമ്മ്യൂണിസ്റ്റ് പേക്കൂത്തുകൾ അരങ്ങേറുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഷഠനോട് ശാഠ്യമില്ലാതെ വേദാന്തം മോദിയിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ഹിന്ദു സമൂഹം അവരുടെ ആരാധനാലയങ്ങൾ സംരക്ഷിക്കാൻ കരുത്തിന്റെ ഭാഷ പുറത്തെടുക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു.